ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മേയാട്ട്. എൻ്റെ പേര് സ്മേയ. അപ്പം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസത്തെ അല്ല, 2 ദിവസത്തൊക്കെ കൂടെ ഞാൻ മിക്സ് ചെയ്യും. ഇന്ന് ഇതേ ഉച്ചയ്ക്കാണ് ഞാൻ എടുത്തു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നാളത്തെയും കൂടെ കുറച്ച് നാളെ ഒരു കല്യാണമൊക്കെ ഉണ്ട്. അപ്പം അതുകൂടെ കൂട്ടിയിട്ട് നമുക്കൊരു മിക്സ്ഡ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എണീറ്റിട്ട് കുറച്ചധികം നേരമായി. അപ്പം ഇന്ന് നാളെ കല്യാണം, നാളെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് വല്യമ്മ വരുന്നുണ്ട് ചിറ്റൻ്റെ അവിടുന്ന്. അപ്പം അവിടുന്ന് വല്യമ്മേനെ പിക്ക് ചെയ്യില്ല. വല്യമ്മ ഗുരുവായൂർ വരും. അപ്പോൾ ഗുരുവായൂർ ശിവേലിയൊക്കെ കണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മയും കൂടെ ഇന്ന് ബസ്സിൽ ഗുരുവായൂർ വരെ പോകും. അപ്പം എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ കുറേ ദിവസമായി ഗുരുവായൂർ പോയിട്ട്. വെക്കേഷൻ ആയപ്പോൾ തന്നെ ഒരു തവണയെ ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് അങ്ങനെ പോകാമെന്നും കൂടെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ രാവിലെ അല്ല, ഉച്ചയായി. ഇപ്പം തന്നെ കുളിച്ചാലേ എനിക്ക് ആ സമയമാകുമ്പോഴേക്കും ഇതാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ നനഞ്ഞ് ഫുൾ ഹറിബറിയാവും. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. പിന്നെന്താ, ഒരു 3:30-4 മണി എന്തോ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ. പിന്നെ ഇന്ന് വല്യമ്മ വരുന്ന ഇവിടെ നിൽക്കും കേട്ടോ. പിന്നെ നാളെ നമുക്ക് രാവിലെ ഒരു കല്യാണത്തിന് പോകാനുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്കും പോകണം. കുറേ നാളായി ഒരു കല്യാണത്തിന് പോയിട്ട്. വെക്കേഷൻ ആയപ്പോൾ പിന്നെ ഒരു കല്യാണത്തിനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് 2ാമത്തെ കല്യാണമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതും കൂടെ കൂട്ടാം. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാനിത് കുളിച്ച് റെഡി ആയിട്ടല്ല, കുളി കഴിഞ്ഞു. ഫോൺ ചാർജിന് വെച്ചേക്കാണ് കേട്ടോ. അതാണ് ആ കേബിൾ സൈഡിലുള്ളത്. അപ്പോൾ ചാർജിന് വെച്ച ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷേ ചാർജ് കുറവാണ്. അതുകൊണ്ട് വേഗം ഇതെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ജസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക, അത്രയുള്ള പരിപാടികളുള്ളൂ. അങ്ങനെ. പിന്നെ ഇന്ന് പുറത്ത് പോകുമ്പോൾ എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ ഇല്ല. എൻ്റെ ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീൻ തീർന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ പുതിയത് ഒരെണ്ണം എൻ്റെ അടുത്തുണ്ട്. ഞാൻ അപ്പോൾ ഫോക്സ്ടെയിനിൽ തീർന്ന സ്ഥിതിക്ക് ഞാൻ വാങ്ങിയത് ഇതായിരുന്നു കേട്ടോ. ഗുഡ് വൈബ്സ് ഫോക്കസ് ഓക്കെ. ഇത് ഗുഡ് വൈബ്സിൻ്റെ സീക്ക സൺസ്ക്രീനാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു സാധനമാണ്. ഇതിൽ 50 PA++ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇന്നിടണം പോകുമ്പോൾ. കാരണം വൈകുന്നേരം സമയത്താണെങ്കിലും വെയിലിനൊരു കുറവില്ലല്ലോ. വെയിലിന് വൈകുന്നേരം രാവിലെ ഒന്നുമില്ലല്ലോ. ഇത് സത്യത്തിൽ നല്ല അടിപൊളിയാണ് ഗൈസ്. ഞാനിത് കിട്ടിയ പാടെ തന്നെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു തരം സൺസ്ക്രീനാണ്. പിന്നെ വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഭയങ്കര സെറ്റ് ഫൗണ്ടേഷൻ. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഇത് പ്രൊമോഷനായിട്ട് ചെയ്തതല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. നെർസിനും ചെറുതായിട്ടൊരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു ആയത്. അപ്പം എന്തായാലും ഞാൻ ഇനി കുറച്ച് ക്രീമും എൻ്റെ കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാം. മുടി ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടി ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഉള്ളിലേക്കൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ. അപ്പം എത്രയൊക്കെയാണ് നടന്നത്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അതാണ് കുഴപ്പം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും വീഡിയോ എടുക്കാൻ. അങ്ങനെ ചെറിയ കുഴപ്പമുണ്ട്. പിന്നെ നേരത്തെ ഒരു സൺസ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അമ്മയുടെ അടുത്തൊരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു ഗൈസ്. അമ്മയുടെ ഓയിലി സ്കിന്നാണ്. അപ്പം അതിന് പറ്റിയെന്ന് വെച്ചാൽ കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് ഒരു സൺസ്ക്രീനാണ്. അമ്മയുടെ ഫേസിനൊരു മാറ്റ് ഫിനിഷാണ് കൊടുക്കുക. പക്ഷെ നല്ല വൈറ്റ് കാസ്റ്റ് കൊണ്ട് നല്ല കട്ടിയാണ് ഇത് ഇടുമ്പോൾ തന്നെ. പക്ഷെ അമ്മയ്ക്ക് അതധികം ഫീൽ ചെയ്യില്ല. അമ്മയ്ക്ക് അത് ഇഷ്ടം. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് ഇടുമ്പോൾ തന്നെ ആകെ കട്ടി പോലെ അങ്ങനെ പരക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ പുതിയ സൺസ്ക്രീൻ വാങ്ങിയത് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വീട്ടിൽ സൺസ്ക്രീനേ ഇല്ലേ, അമ്മ ഒന്നും ഉപയോഗിക്കില്ലേ എന്ന രീതിയിൽ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ എനിക്ക് മുടി ഉണക്കണം എന്നുണ്ട്. മറ്റേ സംഭവമില്ലേ, ആ കാരോണ്ട് ഒരു ഹെയർ ഡ്രൈയിങ് ടൂൾ എൻ്റെ അടുത്തുണ്ട്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഉണക്കണം എന്നുണ്ട്. പിന്നെ മടിയാവുക. പിന്നെ ഞാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പട്ടുപാവാടയാണ് ഗൈസ് അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്നത്. സ്കൂളിൽ ഓണത്തിന് സെലിബ്രേഷൻ ഇട്ടതായിരുന്നു. അപ്പം അതിടാന്ന് വിചാരിച്ചു. കുറേ ദിവസമായി പോയിട്ട് ഇപ്പോൾ പട്ടുപാടൊക്കെ ഇട്ടിട്ട് ക്യൂട്ടായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ലിമ ഒരുവിധം എത്താറായിട്ടുണ്ട്. ഒരുവിധമല്ല, എത്താനായിട്ടുണ്ട്. അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വെറുതെ വിചാരിച്ചു. പട്ടുപാടൊക്കെ ഇട്ട് റെഡി ആവില്ലേ. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പോയാലും ഇവിടുത്തെ സൂര്യൻ്റെ വെളിച്ചം കിട്ടുള്ളൂ. എൻ്റെ വീട്ടിലത്തെ സൂര്യൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ജാടയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ, താഴെ ഇരിക്കേണ്ടി വരില്ലേ. ഇവിടുന്ന് തന്നെ എടുക്കണം. നല്ല നല്ല ലൈറ്റ് കിട്ടുമോ. ലൈറ്റ് കണ്ടപ്പോൾ തന്നെ വ്യത്യാസം വന്നില്ല. ഇവിടെ ഉണ്ട് സെറ്റാക്കാം നമുക്ക്. അവിടെ ഇരിക്കുന്നതിൻ്റെ പാവകളാണ് ഗൈസ്. അതിനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല, അടച്ച് പൊടിയാണ്.
അതിനെ കുളിപ്പിക്കണം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ട് പിന്നെ അവരെ കുളിക്കാണ്ടിട്ടേക്കാണ്, കുളിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ. ഞാൻ ട്രൈപ്പോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യട്ടെ. ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ചേഞ്ച് ചെയ്തു. പാവാട ഇത്തിരി ചുളിഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ വലിയ സീനില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ടോപ്പ് ഇത്തിരി ടൈറ്റായിട്ടുണ്ട്, ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്. അത് ഇത്തിരി ടൈറ്റായി, പക്ഷെ കുഴപ്പമില്ല, ഒന്നും നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പ് അത്, കാരണം എൻ്റെ ബാക്കൊക്കെ ഓപ്പണാണ്. ഞാൻ അങ്ങനെ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ റയർ ആയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ കാണിക്കാം കേട്ടോ, കാരണം പോർട്രേറ്റിൽ വെച്ചിട്ട് പിന്നെ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ വെക്കണം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആദ്യം ഞാൻ വേറെ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അവിടുന്ന് സൂര്യൻ്റെ വെളിച്ചം ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീങ്ങിയിരുന്നതാണ്. ഇത് ആക്ച്വലി പോർട്രേറ്റിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് വീഡിയോ. അപ്പോൾ ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 2-3 ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ട്, പിന്നെ ഈ ഒരു കമ്മൽ എനിക്കിത് പുതിയത് വാങ്ങിയതായിരുന്നു. ഞാൻ ഒരു തവണ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫേസിന് എന്തോ സ്യൂട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഋതുവിൻ്റെ സെൽഫ് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. എൻ്റെ ഐഷാഡോ പാലറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് സ്വന്തമായിട്ട് ഓരോന്ന് കട്ടിക്കുട്ടാണ്. അപ്പം ഞാൻ അവിടേക്ക് പോയില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തോട്ടെ വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ലുക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ട്രോപ്പ് ക്രീം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആകെ ഗുഡ് വൈബ്സിൻ്റെ സിക്ക സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഗ്ലോ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് കുപ്പിയോളം ഇട്ട് കൊടുത്തു, ഈ ഒരു ബ്ലാക്ക്. ആദ്യം എനിക്ക് ഈ ചരട് കെട്ടി കൈൻ്റെ മേലെ കുപ്പിയോളം ഇടുമ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പിന്നെ ഇപ്പോൾ അത് ഇട്ടിട്ട് യൂസ്ഡായി. ലാസ്റ്റായിട്ട് ഞാൻ മുടിയും കൂടെ കെട്ടിക്കൊടുത്തു. ഞാൻ 2-3 തവണ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ എന്താണെന്നറിയില്ല, കറങ്ങി തിരിഞ്ഞപ്പോൾ ഒരുവിധം ഡ്രസ്സിനൊക്കെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ വേണം വെച്ച് ചെയ്യല്ല, വേറെ ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്തോ സ്യൂട്ട് ആവാത്ത പോലെയായിരുന്നു. മുമ്പ് മിഡിൽ പാർട്ടീഷൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഞാൻ ഇപ്പോൾ മിഡിൽ പാർട്ടീഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. എന്തായാലും വ്യത്യാസങ്ങൾ ഓരോന്ന് വരുന്നത്. പിന്നെ സ്പ്രേ അടിച്ച് കവർ ചെയ്തിട്ടുണ്ട് ആസ് ഓൾവേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്, കാറിലാണ് കേട്ടോ പോകുന്നത് അമ്മയുടെ ഒപ്പം. നഴ്സ് വരുന്നില്ല കേട്ടോ, നഴ്സ് 2 ദിവസമായിട്ട് പനിയായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇന്നാണെങ്കിൽ അവൾ മേലൊക്കെ കഴുകി കഴിഞ്ഞു, ഇനിയിപ്പോൾ തല നനച്ചിട്ട് വീണ്ടും കുളിക്കാൻ അവൾക്ക് വയ്യ. പിന്നെ അങ്ങനെ വിട്ട് മാറിയിട്ടില്ല പനി, അപ്പോൾ അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾക്ക് അപ്പുറത്തെ വീട്ടിൽ കളിക്കാനും കൂടെ പോകണമെന്ന്, അപ്പോൾ അതുകൊണ്ടും കൂടെ അവൾ വരുന്നില്ല പറഞ്ഞിട്ടോ. ഞാൻ എന്ത് പറഞ്ഞിട്ടോ ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല സൂര്യ വെളിച്ചുണ്ടായിരുന്നു, നൈസായിരുന്നു ഗൈസ്. ഈ സമയം നല്ല വെളിച്ചല്ലേ. ഈ കാണിക്കുന്ന ക്യൂട്ട്നെസ് അല്ല, അത് AC-യുടെ ഈ ഒരു കാറ്റ് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒന്നാമത് കാറിൽ പോകാൻ എനിക്കിഷ്ടമല്ല, എനിക്ക് ആ കാറിൻ്റെ സ്മെല്ലും ഒട്ടും ഇഷ്ടമല്ല. നമുക്ക് കാറിൽ കയറുമ്പോൾ ഒരു AC-യുടെ മണമുണ്ടാവില്ല, അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ ബാക്കിൽ നീലും അവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട് ട്വിൻസ് വേൾഡിൽ ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കുറേ പ്ലാനിങ് ആയിരുന്നു ട്വിൻസ് വേൾഡിൽ വെക്കേഷനായി ഇടണമെന്ന്, പക്ഷേ ഗൈസ് സമയം എന്ന് പറഞ്ഞ സംഭവം തീരെ കിട്ടുന്നില്ല. ഇത് ആർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നീല അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അങ്ങനെ ഇവിടെ എപ്പോഴും നമ്മൾ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യുക, നമ്മുടെ ജയശ്രീ തിയേറ്ററിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് എപ്പോഴും കാറായിട്ട് വരുമ്പോൾ പാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ വലിയമ്മേനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളെ കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മ ദേ ഗൈസ് വന്നു, ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് മീൻസ് വലിയമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയമ്മേനിട്ടും കൂടെ അമ്പലത്തിൽ കയറാൻ വിചാരിച്ചു. നമ്മൾ ആദ്യം അമ്പലത്തിലൊക്കെ കയറിയതിന് ശേഷം വീണ്ടും പോയി ഫോൺ എടുത്തിട്ട് വന്നതാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ ഫോണിൽ നമ്മൾ ഓഫീസിൽ വെച്ചില്ല, ഓഫീസല്ല ഒരു റൂമില്ലേ ഇതൊക്കെ കൊടുക്കുന്ന അവിടെ വെച്ചില്ല, ജസ്റ്റ് കാറിൽ വെച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ തിരക്ക് കുറവായിരുന്നു നല്ലോണം. സാധാരണ ഇതിനെക്കാട്ടും തിരക്കുണ്ടാവും. പിന്നെ അകത്ത് നമ്മൾ തൊഴുമ്പോൾ നാലമ്പലത്തിൽ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതൊരു ആസ് ഓൾവേസ് വൻ തിരക്ക് തന്നെയാണ്. അല്ലാതെ ചുറ്റമ്പലം തൊഴാനൊന്നും തിരക്ക് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്തോ കറക്റ്റ് നടുവിൽ കൂടെ എല്ലാം കടത്തി വിടുന്നത്, ഇങ്ങനെ സൈഡിൽ കൂടെ ആയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ എന്തോ സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റുന്ന പോലെ. എനിക്ക് പിന്നെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉള്ളു, കാരണം ഞാൻ കണ്ണട വെച്ചിട്ടില്ലല്ലോ, എനിക്ക് ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട് ഇത് ബ്ലറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അപ്സരയിൽ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം ഉണ്ടെന്ന്, പക്ഷെ അത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തല്ല, എൻ്റെ മാമൻ്റെ വീട്, അതായത് എൻ്റെ അമ്മ വീടിൻ്റെ തൊട്ട് ബാക്കിലത്തെയാണ് കേട്ടോ. അപ്പം ആ ചേച്ചിയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങാൻ വന്നതാണ്. സാരിയാണ് കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് സാരി ഗിഫ്റ്റ് കൊടുക്കുന്നത്. വല്ല ഡെക്കറേറ്റീവ് ഐറ്റംസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതെല്ലാവരും കൊടുക്കും. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സാരിയാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ അപ്സരയിൽ വന്നു. ഇപ്പോൾ ഏകദേശം ഇങ്ങനത്തെ മോഡലാണ് എല്ലായിടത്തും വരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ പച്ച. നമ്മൾ ഈ പച്ചയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ
വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഭയങ്കര സീത്രൂ ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെക്കാട്ടും. പിന്നെ അതേപോലത്തെ സിമിലർ വൺ വേറൊരു പാറ്റേൺ, പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഈ ഒരു പാറ്റേൺ ആണ് എടുത്തത്. കണ്ടോ, വീഡിയോയിൽ എന്തോ ഒരു പോലെ ഉണ്ടത്, പക്ഷേ ശരിക്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പച്ച കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ മാത്രമല്ല കേട്ടോ സെലക്ട് ചെയ്തത്, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നോക്കിയത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ ഒരു ഭാഗം, പക്ഷെ താഴത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. താഴത്തെ ഡിസൈൻ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നോക്കിയതാണ്. പിന്നെ അത് അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ നമുക്കത് ഗിഫ്റ്റ് റാപ്പും കൂടെ ചെയ്തു തന്ന് നമ്മുടെ ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് സാരിയൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്, യൂസ്ഫുൾ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഞാനൊരു ജ്യൂസ് വാങ്ങി കുടിച്ചു. അമ്മയും മേമയല്ല, അമ്മയും വല്യമ്മയൊക്കെ ചായയും പിന്നെ എന്താ പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. നീലും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഞാൻ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ, നല്ല ചൂടായിരുന്നില്ല. അപ്പോൾ ഒരു തണുത്തതായിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ദേ ഇപ്പം അങ്ങോട്ട് വീട്ടിലെത്തി, അങ്ങോട്ട് കയറിയുള്ളൂ. അപ്പോൾ വല്യമ്മോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ വല്യമ്മേനെ കണ്ടു. ജസ്റ്റ് മിസ്സിന് ഷീവേലി മിസ്സായി ഗൈസ്. ഞങ്ങൾ കയറിനേക്കാൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് ഷീവേലി കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഷീവേലി കാണാൻ പറ്റിയില്ല. വല്യമ്മയാണെങ്കിൽ വളരെ ഞാൻ പറയാറില്ല, 2 കൊല്ലത്തിലൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റി ഭാഗ്യത്തിന്. കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു വന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫോൺ എടുക്കുന്നേക്കാട്ടി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗുരുവായൂർ പോകണമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷേ പറ്റിയില്ല. അമ്മാമ്മ ദുബായിക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, അപ്പം അന്ന് പറ്റിയില്ല പോകാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം പോകാനെങ്കിലും പറ്റി, അതുകൊണ്ട് ബാക്കി. അപ്പോൾ ഇനിയിപ്പോൾ മുഖമൊന്നും കഴുകില്ല ഞാൻ, കാരണം ചന്ദനം ഇട്ടിട്ടുണ്ട്. സോ എനിക്കത് കളയാൻ ഒട്ടും ഇഷ്ടമില്ല. ഗുരുവായൂരിനല്ല, ഏത് അമ്പലത്തിൽ പോയാലും ആ ചന്ദനമൊന്നും കളയാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റട്ടെ. എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ തോന്നുന്നില്ല, എന്നാലും മാറ്റുക. എനിക്കറിയില്ല, ചിലവരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഓടിപ്പോയി ഡ്രസ്സ് മാറ്റാൻ ചൂടെടുക്കണമെന്ന് പറയും. എനിക്ക് എന്തോ മതി, എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇട്ടിങ്ങനെ നടക്കാൻ. അപ്പം ഞാൻ എന്തായാലും പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഗൈസ്, ഞാനതേ ഒരു പാദസരം വാങ്ങി. പിന്നെ 150 രൂപയായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാലൊന്നും ഭംഗിയില്ല, പക്ഷെ പാദസരം ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ശരി, ഞാൻ ഫോണിൽ ചാർജില്ല, കുത്തി വെച്ചേക്കാം. ഞാൻ പിന്നെ മുഖത്തൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചന്ദനം അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ചോറും പിന്നെ അമ്മ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടി കഴിക്കുമായിരുന്നു. അതും പപ്പടം മതി എനിക്ക് ധാരാളം. എനിക്കിങ്ങനെ ഒരുപാട് വിഭവങ്ങൾ വേണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ അതിൽ കഴിക്കുമ്പോൾ കുറേ കഴിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും, പക്ഷെ ഇത് സ്പീഡിലിടുമ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാൻ. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പറക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എനിക്ക് അവിയലിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമല്ല, ചിലത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ക്യാരറ്റൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എടുക്കും മാത്രം. പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. സോ ഗൈസ്, ഞാൻ എന്തായാലും എണീറ്റു. ഇപ്പോൾ സമയം 8:45. ഞാൻ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ, മുടിയൊന്നും അഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ എത്ര ഉള്ളൂ. തല നനയ്ക്കുന്നില്ല കേട്ടോ, തല നനച്ച് ഉണങ്ങാനുള്ള ടൈമില്ല. അപ്പോൾ ഓടിപ്പോയി മേലെ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ മേലെ കഴുകിയിട്ട് വന്നു. മുടിയൊക്കെ അഴിച്ചിട്ട് മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഷോളുണ്ട് കേട്ടോ, അത് ഞാൻ ഇട്ടിട്ടില്ല ഇപ്പം. ഫുള്ള് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആകെ ഇറിറ്റേഷൻ ആവും. അപ്പോൾ ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. ചുമ്മാ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ഞാൻ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് വലിയ കമ്മലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, ഓവറായോ ഇല്ലയോ എന്നൊരു സംശയം. പിന്നെ കുഴപ്പമില്ല, ഡ്രസ്സിലേക്ക് ഭയങ്കര മാച്ചിങ് ആണ് ഈ കമ്മൽ. ഭയങ്കരമല്ല, എന്നാലും കുറച്ച് മാച്ചിങ് ആണ്, അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഷോൾ ഇവിടെ പിൻ ചെയ്യണം, സൂചി കുത്തിയിട്ടില്ല. ഹെയർ കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ ഞാൻ വന്നു. എനിക്കറിയാറ് ഞാൻ ഇതിലേക്ക് തന്നെ അവസാനം വരിക എന്നുള്ളത്. അപ്പോൾ ഓക്കെ, സെറ്റ്. നീലു നർസിത് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീഷോന്ന് വാങ്ങിയതാണ്. 350, 400 ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പർപ്പിൾ കളറാണ്, ഇവരുടെ ഇല്ലാത്തൊരു കളറാണ്. അപ്പോൾ നീലു നർസിത് അപ്പോൾ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ അമ്മ റെഡി ആവുന്നുണ്ട്. അമ്മ ഇതേ സ്പ്രേ എന്തോ അടിക്കുമായിരുന്നു, പക്ഷെ അമ്മയാണെങ്കിൽ പെട്ടെന്ന് വേർക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അമ്മയ്ക്ക്. വേഗം മുഖത്ത് എന്തെങ്കിലും അപ്പോഴേക്കും ഇങ്ങനെ വേർക്കും. അമ്മയ്ക്ക് ചൂടിൻ്റെ പ്രശ്നം ഇത്തിരി കൂടുതലാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വല്യമ്മയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. വല്യമ്മയ്ക്ക് ഇതേ സാരിയൊക്കെ മേമയാണ് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ
ഫുൾ ഫ്ലീറ്റ് ഒക്കെ എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ എക്സ്പേർട്ടാണ് മാമാന്ന്. അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഹാളിലേക്ക് പോകും. കെട്ടൊക്കെ ഓൾറെഡി രാവിലെ കഴിഞ്ഞതാണ്. എന്നിട്ട് ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണമല്ല പരിപാടി. അപ്പോൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് വല്യമ്മ അങ്ങനെ ബസ് കയറിയിട്ട് പോവാണ്. അല്ല, ഞാൻ ആളാരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? ഇതാണ് ഗൈസ് ആൾക്കാർ. കീർത്തി ആൻഡ് മനു എന്നാണ് പേര്. വല്ലഭട്ട കളരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടുത്തെ ചേച്ചിയാണ് കേട്ടോ കീർത്തി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചിനെക്കാട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചേച്ചിയുടെ അപ്പുറത്തിരിക്കുന്ന ആളറിയുന്നുണ്ടാവും. കാവ്യ ചേച്ചിയുടെ അനിയത്തിയാണ്. എനിക്ക് കീർത്തി ചേച്ചിനെക്കാട്ടും കാവ്യ ചേച്ചിനാണ് ഒന്നുകൂടെ അറിയുക. ആ ചേച്ചിനെ നിങ്ങൾ കണ്ട് കാണും. കാവ്യസ് വെള്ളിലെ കാവ്യ തന്നെ. കാവ്യ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ മാമൻ്റെ അവിടെ വന്നിട്ട് ഷൂട്ടൊക്കെ നടത്തിയപ്പോൾ അന്ന് കുറച്ച് പേര് വിസ്മയുടെ മാമൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ്. ആ സേവ് ദ ഡേറ്റിൽ ഇവരുടെ ഏറ്റവും അടിപൊളി ഇതായിരുന്നു ഗൈസ്. അത് കളരിപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് നല്ല അടിപൊളി പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ കാവ്യ ചേച്ചി ഇതേ വരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആളല്ലെങ്കിൽ ഭയങ്കര ഗ്ലോയി സ്കിന്നൊക്കെ, അതോടുകൂടി ഇന്നിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫുൾ റെഡി ആയപ്പോൾ ഒന്നുകൂടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ മാലയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഗൈസ് അവരവിടെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഈ ക്ലിപ്പ് എനിക്ക് കാവ്യ ചേച്ചി എടുത്താന്ന ക്ലിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുത്താണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ ഞങ്ങൾ കയറിയായിരുന്നു. ഞങ്ങൾ വേഗം അധികം സംസാരിക്കാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല, വേഗം ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം അവിടെ സൈഡിൽ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഫോട്ടോ എടുത്തു ഗൈസ്. അത്രയൊക്കെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് എന്താ ഇപ്പോൾ പറയുക. ഞങ്ങളെല്ലാവരും കൂടി നിന്നു ഫോട്ടോ ക്ലിക്ക് ചെയ്തു, അത്ര തന്നെ. ഞങ്ങൾ കയറിയ പാടെ തന്നെ കീർത്തി ചേച്ചി ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ. ചേട്ടൻ ഇത് സുനിയേട്ടൻ്റെ പെങ്ങളാണ്, അത് ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മാമനെയാണ് കേട്ടോ അവർക്ക് ഏറ്റവും പരിചയം. മാമൻ സുനിലിനെയാണ് എല്ലാവർക്കും ഭയങ്കര പരിചയം. മാമൻ വഴിയാണ് സിസ്റ്റേഴ്സും ഫേമസ് ആയിട്ടുള്ളത്. ഫേമസ് മീൻസ് ഒന്നുകൂടെ അറിയുന്നത് മാമനെയാണ് എല്ലാവർക്കും കൂടുതൽ അറിയാം. പിന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന് കഴിഞ്ഞു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്തെല്ലാം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിച്ചായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇന്നാണെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഞാൻ ആകെ ഈ 2 പേരെ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേ കയറുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കയറുന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. ആസ് ഓൾവേസ് സദ്യ തന്നെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. സദ്യ പിന്നെ യൂഷ്വലി ഞാൻ എത്രയൊക്കെ കുറച്ച് ചോറിട്ടാലും ഞാനത് എങ്ങനെയൊക്കെ ആയാലും മതിയാക്കും. പിന്നെ കിട്ടിയ പാടെ തന്നെ കുറച്ചധികം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടില്ല. നല്ല ചൂടുണ്ടായിരുന്നു സാമ്പാറൊക്കെ, അതുകൊണ്ട് കഴിക്കത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. പക്ഷെ എന്നാലും ഞാനത് കഴിച്ചൊക്കെ സെറ്റാക്കിയത്. എൻ്റെ വലിയമ്മയുടെയും കഴിഞ്ഞു കേട്ടോ, നഴ്സിൻ്റെയും അമ്മയുടെയും നീലുവിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ചിലപ്പോൾ ആരെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഞാനത് സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സേവ് ദ ഡേറ്റ്. ഞാൻ എത്ര തവണ കണ്ടു എന്നറിയോ ഈ വീഡിയോ. അത്ര രസമുണ്ട്. എല്ലാവരും നോർമലായിട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കര വെറൈറ്റി സാധനമായിട്ടുണ്ട്. ഇവർ ഒറിജിനലി 2 പേരും കളരിപ്പയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അവിടുത്തെ ഒരു കസിനായിരുന്നു ഗൈസ്. ഇത് ആരാന്ന് എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. കാവ്യ ചേച്ചിയുടെ മേമയുടെ മോളോ വല്യമ്മയുടെ മോളോ അങ്ങനെ എന്തോ ആയിരുന്നു ചേച്ചി. ആ ചേച്ചിയുടെ ഉണ്ണിയാണ് കേട്ടോ ഇത്. ഋഷി എന്നെന്തോ ആയിരുന്നു പേര്. ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു ഗൈസ്. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ പിള്ളേരെ കണ്ടാൽ പോയി എടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ണീനെ പോയി എടുത്തതാണ്. പക്ഷെ ആ സമയത്ത് ഉണ്ണിക്ക് ഇത്തിരി വാശി പോലെയായിരുന്നു, പാൽ പിടിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വല്യമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് ബസ് ഉള്ളതുകൊണ്ട് വല്യമ്മ അവിടെ ഇറങ്ങി. സാധാരണക്കാട്ടി ഇന്ന് കുറവായിരുന്നു കവറുകൾ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുന്ന വെച്ചാൽ നല്ല പണിയാവും. അത് കഴിഞ്ഞ് ഞാനൊരു അവിടെ ഉള്ളൊരു കടയിൽ പോയിട്ടൊരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങി ഗൈസ്. അത്രയും ചൂടായിരുന്നു. അപ്പോൾ ഒരു തണുത്ത കുപ്പി മിനറൽ വാട്ടർ വാങ്ങി. പക്ഷെ അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല അതിന് ആക്ച്വലി. അതാണ് കാര്യം. ഞാൻ അപ്പോഴേക്കും മുടിയൊക്കെ ഇതേ കെട്ടി വെച്ചു കേട്ടോ. കാരണം ഈ ഷോളും കൂടിയൊക്കെ ആയപ്പോൾ, ഷോളാണെങ്കിൽ സൂചിയും കുത്തിയിട്ടുണ്ട്, അത് അഴിച്ചിനി ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷോൾ അങ്ങനെ ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അത് ഈ ചൂടുള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇത്രയും ഇറിറ്റേഷൻ ഗൈസ്. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ, അപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണം. കുറച്ച് കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കണം, നല്ല ആശ്വാസം കിട്ടുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഹാളിൽ അത്ര ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. ഹാളിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹാളിൽ പുറത്തും കാറ്റൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കാറൊക്കെ ഇട്ടുകൊടുത്തേക്ക് പോകുമ്പം സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാനൊരു നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയത് ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ മേക്കപ്പ് ഒന്നും കളയാണ്ട് അങ്ങനെ പോയി കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള എന്നിട്ട് ലായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ SSLC റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ അവളുടെ റിസൾട്ട് ഓൾറെഡി വന്നു. അപ്പോൾ അതിന് ചിലവൊക്കെ തരാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അവളുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഉറക്കത്തുനിന്ന് എണീറ്റത് അവർ വന്നപ്പോൾ.
യെസ്, ഞാൻ വീഡിയോ എടുക്കാനാണെങ്കിൽ മറന്നുപോയി. വീഡിയോ എടുക്കുന്ന കാര്യം പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുള്ള സമയം. പിന്നെ അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ടീംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നീലിമ ഈസ് ഹിയർ ആൻഡ് ദർസ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനും നീലും ഉറങ്ങി. ഞാനാണ് കൂടുതൽ ഉറങ്ങിയത്. നീല് കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. നീ ഉറങ്ങിയില്ലേ? കുറച്ച് ഉറങ്ങിയുള്ളൂ. നഴ്സിന് തീരെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഉറക്കമത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ നഴ്സും വന്നു ഒരു ബായ് പറയാം. അല്ലെങ്കിൽ നഴ്സിൻ്റെ കുട്ടിയില്ല. നിങ്ങളെ ചാനൽ കേട്ടടി വിത്ത് മീ വരും. പിന്നെ വീഡിയോസ് നിങ്ങൾ കമന്റിൽ പറയട്ടെ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓക്കെ, നഴ്സും സംസാരിച്ചു. അല്ലെങ്കിൽ നീല ഓവറാണ്. അല്ല, ഞാൻ പറയാം നീല ഓവറാണ്, ഞാൻ സംസാരിക്കില്ല എന്ന് പറയാം. അതുകൊണ്ടാണ്. അപ്പം ശരി. അപ്പോൾ ടാറ്റാ.